ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ fscookeryvlogs. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുക്കർ മട്ടൻ കറിയാണ്. വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ അളവിൽ ഞാൻ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഒരു വലിയ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. മീഡിയം സൈസിലാണെന്നുണ്ടെങ്കിൽ 2 ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് ഞാനിവിടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ ഷാലറ്റ്സ്, കൊച്ചുള്ളിയും കുറച്ച് പച്ചമുളകും കൂടിയാണ് ഞാൻ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത്. അതെല്ലാം കൂടി അതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അതിലോട്ടൊരു വലിയ തക്കാളിയാണ് ഞാൻ അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, തക്കാളി വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് അതിലോട്ട് 1 കിലോ അളവിൽ മട്ടനാണ് ചേർത്ത് കൊടുക്കുന്നത്. മട്ടനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്കർ ഒന്ന് ജസ്റ്റ് മൂടി വെച്ച് കൊടുക്കുക, വിസിലൊന്നും വിടാണ്ട്. അപ്പോഴേക്കും അതിനകത്തുള്ള വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ ബാക്കി പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ പെരിഞ്ചീരകം ഇത്രയും കൂടി റോസ്റ്റ് ചെയ്തിട്ടാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ 4 വിസിലാണ് കേട്ടോ ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്. അപ്പോഴേക്കും എനിക്ക് പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ മട്ടൻ. വിസിലൊക്കെ ഓരോരുത്തരെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുവേ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്, എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.